ഇതുവരെയുടെ കേസ് അന്വേഷണത്തിന് ചുമതല വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അവർക്ക് എന്താണ് അഭിപ്രായം, അവരുടെ നിലപാട് എന്താണ്, അതറിയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക്, അയ്യപ്പ ഭക്തന്മാർക്ക് അവകാശമുണ്ട്. അത് താമസം വിന കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയന്ത്രണം ഹൈക്കോടതിക്കാണെന്ന് സ്ഥാപിക്കാനാണ് മന്ത്രി പി രാജീവ് ഇന്നലെ നിയമസഭയിൽ ശ്രമിച്ചത്. മന്ത്രി പി രാജീവ്, താങ്കളാ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ 90 ദിവസമായിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, ഈ ഡിവിഷൻ ബെഞ്ച് അറിഞ്ഞുകൊണ്ടാണെന്നാണോ? അങ്ങനെയാണോ താങ്കൾ അർത്ഥമാക്കുന്നത്? അതാണോ ശരിയായ വസ്തുത? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ താല്പര്യപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ അറിയാൻ അവർക്ക് അവകാശമുണ്ട്, അവർക്ക് അധികാരമുണ്ട്. നാട്ടിൽ ചെലവാകാത്ത കാര്യങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുന്നു എന്നാണ് പിണറായി വിജയന്റെ കണ്ടുപിടുത്തം. കോമ്രേഡ് പിണറായി വിജയൻ, ഇത് നാട്ടിൽ ചെലവാകാത്ത കാര്യമല്ല, അങ്ങനെ സാർ കരുതരുത്. സഖാവേ, ഇത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ ചെലവായതാണ്, നല്ലതുപോലെ ഓടിയ സിനിമയാണ്. അത് മറന്നു പോകരുത്. നിങ്ങളുടെ കമ്മിറ്റി കൂടുമ്പോ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പരാജയത്തിന് കാരണമായിട്ടില്ല എന്ന് എഴുതി വെക്കാം നിങ്ങളുടെ രേഖകളിൽ. പക്ഷെ ജനങ്ങൾക്കിതറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അതാ പറഞ്ഞത്, ചെലവാകാത്ത കാര്യമല്ല, ഇത് നന്നായിട്ട് ചെലവായ കാര്യമാണ്.